ഹായ് കൂട്ടുകാരെ, എല്ലാവരും കഥ കേൾക്കാൻ റെഡിയാണോ? ശരി, നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. ഒരു ദിവസം രാവിലെ ഒരു ബ്രാഹ്മണൻ്റെ നിലവിളി കേട്ടുകൊണ്ടാണ് ബീർബൽ ഉറക്കമുണരുന്നത്. കിടക്കയിൽ നിന്നും ചാടി എഴുന്നേറ്റ ബീർബൽ പുറത്തു വന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയോ നെഞ്ചത്തടിച്ച് വിലപിക്കുന്ന ഒരു ബ്രാഹ്മണനെ ആയിരുന്നു. ബീർബലിനെ കണ്ടപാടെ അയാൾ അദ്ദേഹത്തിൻ്റെ കാലിൽ വീണു പറഞ്ഞു, അവിടുന്ന് എന്നെ രക്ഷിക്കണം. കാൽക്കൽ വീണ് കിടക്കുന്ന ബ്രാഹ്മണനെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ബീർബൽ ചോദിച്ചു, പറയൂ, എന്തുണ്ടായി? എൻ്റെ ആകെ സ്വത്തായിരുന്ന 1000 പവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. വീട്ടിലെല്ലാം പരിശോധിച്ചുവോ? കുടത്തിൽ പോലും തിരഞ്ഞു. എൻ്റെ വേലക്കാരായി 4 പേർ മാത്രമേ ഉള്ളൂ. അവരെയും ചോദ്യം ചെയ്തു, പക്ഷെ അവരാരും എടുത്തിട്ടില്ലത്രേ. ശരി, അകത്ത് കയറിയിരിക്കൂ. ബ്രാഹ്മണനെ അകത്ത് കൊണ്ടിരുത്തിയ ശേഷം ബീർബൽ പറഞ്ഞു, അങ്ങ് വിഷമിക്കേണ്ട, നഷ്ടപ്പെട്ട 1000 പവനും ഞാൻ കണ്ടെത്തിത്തരാം. ബീർബൽ തൻ്റെ ഭൃത്യനെ പറഞ്ഞയച്ച് ബ്രാഹ്മണൻ്റെ 4 വേലക്കാരെയും വരുത്തിച്ചു. നിങ്ങളിൽ ആരാണ് പണം മോഷ്ടിച്ചത്? ബീർബലിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ബ്രാഹ്മണ ഗൃഹത്തിലെ 4 വേലക്കാരും പറഞ്ഞു, ഞാനല്ല, ഞാൻ എടുത്തിട്ടില്ല. വേലക്കാരുടെ മറുപടി കേട്ട ബീർബൽ അകത്തു ചെന്ന് ഒരേ വലുപ്പമുള്ള 4 വടികൾ കൊണ്ടുവന്ന് വേലക്കാരിൽ ഓരോരുത്തർക്കും ഓരോന്ന് നൽകിക്കൊണ്ട് പറഞ്ഞു, ഈ വടികൾ സാധാരണ വടിയാണെന്ന് കരുതരുത്. ഇവ ഹിമാലയത്തിൻ്റെ അത്യുന്നതങ്ങളിൽ പരിശുദ്ധമായ അന്തരീക്ഷത്തിൽ വളരുന്ന ദേവദാരു വൃക്ഷത്തിൻ്റെ ശാഖകളാണ്. ചുരുക്കി പറഞ്ഞാൽ അത്ഭുതസിദ്ധിയുള്ള വടികൾ. കളവ് മുതൽ സൂക്ഷിച്ചവൻ്റെ കയ്യിലെ വടി അടുത്ത 24 മണിക്കൂറിനുള്ളിൽ 1 അങ്കുലം വലുതാകും. 4 പേരും ഈ വടിയുമായി നാളെ ഇവിടെ എത്തുക. അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ വേലക്കാർ 4 പേരും വടികളുമായി ബീർബലിൻ്റെ വീട്ടിലെത്തി. ബീർബൽ അവരുടെ കൈവശമുള്ള വടികൾ തിരിച്ചു വാങ്ങി പരിശോധിച്ചു. അതിൽ ഒരാളുടെ കൈവശമേൽപ്പിച്ച വടി മാത്രം 1 അങ്കുലം കുറഞ്ഞു പോയിരിക്കുന്നു. അയാളെ ചോദ്യം ചെയ്തപ്പോൾ ഒട്ടും താമസമുണ്ടായില്ല കളവ് മുതൽ പുറത്തു വരാൻ. ബീർബൽ നൽകിയ അത്ഭുതസിദ്ധിയുള്ള വടി ഒരു ദിവസം കൊണ്ട് 1 അങ്കുലം വളർന്നുവെന്ന് വിശ്വസിച്ച ആ വേലക്കാരൻ വടിയുടെ 1 ഇഞ്ച് നീളം മുറിച്ചു മാറ്റിയിരിക്കുന്നു. തൻ്റെ മുതൽ തിരിച്ചു കിട്ടിയ ബ്രാഹ്മണന് വളരെയധികം സന്തോഷമായി. അദ്ദേഹം ബീർബലിനോട് നന്ദി പറഞ്ഞു. കൂട്ടുകാർക്കെല്ലാം കഥ ഇഷ്ടമായോ? ഇതിൽ നിന്നും എന്ത് മനസ്സിലായി? അന്യൻ്റെ മുതൽ ആഗ്രഹിക്കാതിരിക്കുക, അന്യൻ്റെ മുതൽ കട്ടെടുക്കാതിരിക്കുക. നമുക്കുള്ളത് കൊണ്ട് നമുക്ക് സന്തോഷത്തോടെ ജീവിച്ചാൽ പോരെ? ശരി, അടുത്ത കഥയുമായി വീണ്ടും വരാം.